നമസ്കാരം, എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സെറ്റ് എക്സാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു, അതുപോലെ തന്നെ സിലബസൊക്കെ കവർ ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എല്ലാം പഠിച്ചു എന്ന് കരുതി നമ്മൾ പാസ്സാവണമില്ല അല്ലേ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ടും വരുന്നത്, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമുക്ക് മലയാളവുമായി ബന്ധപ്പെട്ട് നമുക്ക് 6 മൊഡ്യൂളുകളാണുള്ളത്, 6 യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ ആ 6 യൂണിറ്റുകളിലായിട്ട് നമുക്ക് 10ഓളം മൊഡ്യൂൾ, ഓരോ യൂണിറ്റിലും 10 മൊഡ്യൂൾ വീതമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആകെ എത്ര 60 മൊഡ്യൂളുകളുണ്ട്. അപ്പോൾ ഈ 60 മൊഡ്യൂളുകളിൽ നിന്നും ചോദ്യങ്ങൾ വരില്ല. നമുക്ക് കുറേ സ്ട്രെസ് ചെയ്തിട്ടുള്ള കുറച്ച് മൊഡ്യൂളുകളുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് വരുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. ഓരോ മൊഡ്യൂളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും എന്തുണ്ടാവും, 20 ചോദ്യങ്ങൾ വീതം അല്ലേ. 120 മാർക്കിൻ്റെ എക്സാമാണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വീതം ഉണ്ടായിരിക്കും. ഇതുവരെ പഠനം തുടങ്ങാത്തവർക്ക് അല്ലെങ്കിൽ ഞാൻ മുഴുവൻ പഠിക്കാൻ കഴിയാത്തവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് ഒരു ഫുൾ കവർ ചെയ്തുകൊണ്ടുള്ളൊരു പഠനം സാധ്യമല്ല അല്ലേ. നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ പരിമിതമായിട്ടുള്ളൊരു സമയമാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രീവിയസ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരി തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെ കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോസ് അക്കാഡമിയുടെ ഒരു ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഫ്രീ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. നമ്മൾ എക്സാം വരെയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യും, ഓരോ യൂണിറ്റിനെയും ബേസ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടും. അപ്പം നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാം, നിങ്ങൾക്കത് അറിയാത്തവ പഠിക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി എക്സാം ആവുന്നത് വരെ നമ്മളൊരു 5 ചോദ്യം വെച്ചിട്ടാണ് ഡെയിലി ഇടുന്നത്, ഓരോ യൂണിറ്റും ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും. പിന്നെ നിങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ്. ഓക്കെ, ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും വരും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മോഡലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കണ്ടെത്തി പഠിക്കുക. ഈ മേഖലകളിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഷുവറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോവലുമായിട്ട് മുൻപ് നമ്മുടെ നോവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര്, അതിൻ്റെ കർത്താക്കൾ, അതുപോലെ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കൊട്ടേഷൻസ്, ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു 2 സീസണായിട്ട്, അതായത് കഴിഞ്ഞതും അതിൻ്റെ മുന്നത്തേതുമായിട്ടുള്ളൊരു എക്സാമുകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കതിൽ നോവലിൻ്റെയും അതുപോലെ തന്നെ ചെറുകഥയുടെയും പ്രമേയം ചോദിച്ച് കണ്ടിട്ടുണ്ട് അല്ലേ. സാധാരണഗതിയിൽ നമ്മൾ പ്രമേയമൊന്നും പഠിക്കാറില്ല. അപ്പോൾ ഇനി അങ്ങനെയുള്ളൊരു പഠനം പാടില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വന്നിട്ടുള്ളത്, എക്സാമുകൾ നടന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച അമൃതം തേടി എന്ന നോവലിൻ്റെ പ്രമേയം അല്ലേ. മുൻപായിരുന്നെങ്കിൽ നമുക്കറിയാം മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ചതാണ് അമൃതം തേടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതി. ഇനി നമുക്ക് ആ കൃതിയും അത് എഴുതിയ ആളിൻ്റെ പേരും മാത്രം അറിഞ്ഞാൽ പോരാ, അതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രമേയം അറിയണം, കഥാപാത്രങ്ങൾ അറിയണം, അതുപോലെ തന്നെ അതിലേതെങ്കിലും സ്ഥലങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അല്ലേ. ഓരോ കഥകളും നടക്കുന്നത് ഒരു സ്ഥലത്തിലെ അടിസ്ഥാനമാക്കിയായിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ അറിയണം അല്ലേ. അപ്പോൾ നോവലിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ധാരണയും നമുക്കുണ്ടായിരിക്കും. എന്ന് വെച്ച് നമുക്ക് എല്ലാ നോവലുകളും വായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ നോവലുകളും, പ്രധാനപ്പെട്ടിട്ടുള്ള നോവലുകൾ, അതിൻ്റെ പ്രമേയം, അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ
അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. നോക്കൂ, ഇവിടുത്തെ ചോദ്യം നോക്കാം. മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച അമൃതം തേടി എന്ന നോവലിൻ്റെ പ്രമേയം. മെഡിക്കൽ വിദ്യാഭ്യാസം, 1857 ശിപ്പായി ലഹള, കേരളീയ ബ്രാഹ്മണ ജീവിതം, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം. ഇതിൻ്റെ ഉത്തരം എന്താണ്? 1857 ശിപ്പായി ലഹളയാണ് ഈ ഒരു കൃതിയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ അല്ലേ, നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ പ്രമേയമായിട്ടുള്ള ഒത്തിരി കൃതികളുണ്ട്. നോവലിലും അതുപോലെ തന്നെ ചെറുകഥകളിലും അത്തരം കൃതികൾ ഉണ്ടായിട്ടുണ്ട്, കവിതകളിലും ഉണ്ടായിട്ടുണ്ട് അല്ലേ. നോക്കൂ, ദുരവസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള കുമാരനാശാൻ്റെ കൃതി. എന്താണ് അതിലെ പ്രമേയം? 1921 നമ്മുടെ മലബാർ കലാപം പ്രമേയമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കൃതിയാണ് ദുരവസ്ഥ. ഇതേ പ്രമേയമായിട്ടുള്ളൊരു നോവലാണെന്ത്? സുന്ദരികളും സുന്ദരന്മാരും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് NS മാധവൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറുകഥയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതുപോലെ പ്രധാന സംഭവങ്ങൾ പ്രമേയമായിട്ടുള്ള കൃതികൾ. അതല്ലാതെ തന്നെ ഓരോ കൃതിയുടെയും ചെറുകഥയായാലും അതുപോലെ തന്നെ നോവലായാലും അതിൻ്റെ പ്രമേയം നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി പ്രമേയം മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, നമ്മളതിൽ കഥാപാത്രങ്ങളെ കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ കൃതി അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അതിൻ്റെ സ്രഷ്ടാക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തുവരും? ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവും മാനവ വിമോചന സ്വപ്നവും മിത്തിക്കൽ ആയി അവതരിപ്പിക്കുന്ന OV വിജയൻ്റെ കഥ. ഇവിടെയും പ്രമേയം തന്നെയാണ് പറയുന്നത്. എന്നിട്ട് ആ പ്രമേയമുള്ള കൃതി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. OV വിജയൻ്റെ കൃതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ A യുദ്ധത്തിൻ്റെ അവസാനം, B അശാന്തി, C ചെങ്ങന്നൂർ വണ്ടി, D എട്ടുകാലി. എല്ലാം OV വിജയൻ്റെ കൃതികൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം OV വിജയൻ്റെയും മറ്റ് ആളുകളുടെ ആണെങ്കിൽ നമുക്ക് ആ കൃതി അറിയാമെങ്കിൽ നമുക്കത് വേഗം പിക്ക് ചെയ്യാൻ കഴിയും അല്ലേ. ഇതെല്ലാം തന്നിട്ടുള്ളത് OV വിജയൻ്റെ കൃതികൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതറിയണമെങ്കിൽ ഓരോ കൃതിയുടെയും പ്രമേയം അല്ലെങ്കിൽ ഇതിവൃത്തം എന്താണ് എന്ന് അറിയണം. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ചെങ്ങന്നൂർ വണ്ടിയാണ്. ഓക്കെ, ചെങ്ങന്നൂർ വണ്ടിയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ OV വിജയൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഖസാക്കിൻ്റെ ഇതിഹാസമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പഠനങ്ങൾ, KP അപ്പൻ്റെ നിരാനന്ദത്തിൻ്റെ ചിരി, അതുപോലെ തന്നെ അതിൻ്റെ കൊട്ടേഷൻസ്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. ആ ഒരു നോവൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, അങ്ങനെ ഒത്തിരി കൃതികളുണ്ട്. അപ്പം അതൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഓരോ ആളുകളുടെയും പ്രധാനപ്പെട്ടിട്ടുള്ള എഴുത്തുകാരുടെ എല്ലാ കൃതികളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിൻ്റെ സ്ഥിരം പാറ്റേൺ കൃതികൾ തന്നിട്ട് അതാരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. മാമ ആഫ്രിക്ക, ആൽഫ എന്നീ നോവലുകൾ രചിച്ചതാര്? C രാധാകൃഷ്ണൻ, CV ബാലകൃഷ്ണൻ, TD രാമകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ പുത്തൂർ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഉത്തരമായിട്ട് വരുന്നത് TD രാമകൃഷ്ണനാണ്. ഓക്കെ, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, അതുപോലെ തന്നെ ഫ്രാൻസിസ് ഇട്ടിക്കോര തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ രചിച്ചിട്ടുള്ളതാണ് TD രാമകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫ, മാമ ആഫ്രിക്ക. അപ്പോൾ കൃതികളും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഭാഷാശാസ്ത്രവുമായി അല്ലെങ്കിൽ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ മലയാള ഭാഷ ഉണ്ടായിട്ടുള്ളത് ഏത് രീതിയിലാണ്? ചെന്തമിഴിൽ നിന്നാണ്, കരിന്തമിഴിൽ നിന്നാണ്, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നിന്നാണ് എന്നുള്ള വാദങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം ഭാഷ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഘട്ടവിഭജനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജരാജവർമ്മ, അതുപോലെ തന്നെ CL ആൻ്റണി, P ഗോവിന്ദപിള്ള, അങ്ങനെ കുറച്ച് ആളുകളുടെ ഘട്ടവിഭജനം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ CL ആൻ്റണിയുടെ ഭാഷാ സംക്രമണവാദത്തിലെ സംക്രമണ ഘട്ടം ഏത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസറായിട്ട് വരുന്നത് AD 9 മുതൽ 17 വരെയാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിനും ഓരോ കാലഘട്ടമുണ്ട്. ഓക്കെ, അപ്പോൾ സ്വതന്ത്രഘട്ടം, പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം എന്നൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടുള്ളത് CL ആൻ്റണിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്ന് സംക്രമണവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. സംക്രമണം എന്ന് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഓപ്ഷൻ CL ആൻ്റണി ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് CL ആൻ്റണി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റുള്ള ആളുകളുടെ ഘട്ടവിഭജനം കൂടി ഒന്ന് നോക്കി വയ്ക്കുക.
ഇനി ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു ചോദ്യം കക്ഷികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം കക്ഷിയ വിഭജനം അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ഉദാഹരണം തന്നിട്ട് അത് ഏത് കക്ഷിയിലാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം നോക്കുക, വൈകൃത കക്ഷിയിൽപ്പെടുന്ന ഭാഷയുടെ ഉദാഹരണം, വൈകൃത കക്ഷിയിൽപ്പെടുന്ന ഭാഷയുടെ ഉദാഹരണം ഏതാണ്? സംസ്കൃതം, മലയാളം, ചൈനീസ്, ടിബറ്റൻ, ഇതാണ് അതിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് നോക്കാം. വൈകൃത കക്ഷ്യ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. ഓക്കെ, വൈകൃത കക്ഷ്യ സംസ്കൃതമാണ്. അപ്പോൾ എന്താണ് വൈകൃതം? പ്രത്യയങ്ങൾ തിരിച്ചറിയാനാവാത്ത വിധം ഒന്നിച്ചിരിക്കുന്ന ഭാഷകളാണ് വൈകൃത കക്ഷിയിൽ ഉൾക്കൊള്ളുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് സംസ്കൃതം എന്ന് പറയുന്നത്. സംസ്കൃതം അത്തരമൊരു ഭാഷയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ വൈകൃതം, സംസ്കൃതം അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. വൈകൃതം, സംസ്കൃതം. ഓക്കെ, ഇനി മറ്റൊന്ന് നമ്മളിവിടെ മലയാളം ഏത് കക്ഷിയിൽ ഉൾക്കൊള്ളുന്നതാണ്? സംശ്ലിഷ്ട കക്ഷിയിലാണ് മലയാളം ഉൾക്കൊള്ളുന്നത്. ലിംഗ, വചന, വിഭക്തി പ്രത്യയങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ഭാഷയാണ് എന്ത്? നമ്മുടെ സംശ്ലിഷ്ട കക്ഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മലയാളം മാത്രമല്ല ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഒക്കെ അതിന് ഉദാഹരണങ്ങളായിട്ടുള്ള ഭാഷകളാണ്. ഇനി ചൈനീസ് ഭാഷ പ്രാകൃത കക്ഷിയിൽ ഉൾക്കൊള്ളുന്നൊരു ഭാഷയാണ് ചൈനീസ് ഭാഷ. നേരത്തെ നമ്മൾ വൈകൃതം, സംസ്കൃതം എന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇവിടെ പ്രാകൃതം എന്ന് വരുമ്പോൾ നിങ്ങളത് സംസ്കൃതമായിട്ട് കണക്ട് ചെയ്യരുത്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക, ചൈനീസ് ആണ് പ്രാകൃതത്തിൻ്റെ ഉദാഹരണം എന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് പ്രാകൃത കക്ഷ്യ? പ്രത്യയങ്ങളൊന്നും ഇല്ലാതെ ഓരോ പദവും സ്വതന്ത്രമായി നിൽക്കുന്ന രൂപാവലി, കോലാഹലങ്ങളോ അല്ലെങ്കിൽ വ്യാകരണ കുരുക്കുകളോ ഇല്ലാത്ത ഭാഷകളാണ് പ്രാകൃത കക്ഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രത്യയങ്ങളൊന്നും തന്നെ ഇല്ല. സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന വ്യാകരണത്തിൻ്റെ യാതൊരു കുരുക്കുകളില്ലാത്ത ഭാഷയാണ് പ്രാകൃത കക്ഷി എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് ചൈനീസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സംഘടിത കക്ഷ്യ അങ്ങനെയുള്ള കുറച്ചുകൂടി പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് പഠിക്കാട്ടോ. സംഘടിത കക്ഷ്യ, അപകൃതിത്വ കക്ഷിയൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അതും അതിൻ്റെ ഉദാഹരണങ്ങളും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഇനി അടുത്തത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. വന്ന കുട്ടി എന്നതിൽ വന്ന എന്നത് ഏത് തരം ക്രിയാരൂപമാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്രിയകൾ നമുക്ക് ഒത്തിരി വിഭജനങ്ങൾ പഠിക്കാനുണ്ട്. കാരിതം, അകാരിതം, സകർമ്മകം, മകർമ്മകം, മുറ്റുവിന, പറ്റുവിന, അങ്ങനെയുള്ള കുറച്ച് വിഭജനങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. വന്ന കുട്ടി എന്നുള്ള നമ്മുടെ ഇവിടുത്തെ ഉദാഹരണം നോക്കാം. വന്ന കുട്ടി, കുട്ടിയെ വിശേഷിപ്പിക്കുകയാണ് അല്ലേ വന്ന എന്നുള്ളത്, വന്ന കുട്ടി. അപ്പോൾ അങ്ങനെയുള്ളതിനെ പറയുന്നത് എന്താണ്? പേരച്ചം എന്നുള്ളതാണ്. അപ്പോൾ പേരെന്ന് പറഞ്ഞാൽ നാമമാണല്ലോ, നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? നമ്മളിവിടെ നാമവിശേഷണം എന്ന് പറയുന്നത് ഇവിടെ ക്രിയയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നാമത്തിനെ വിശേഷിപ്പിക്കുന്ന ക്രിയയെയാണ് എന്ത് പറയുക? നമ്മൾ പേരച്ചം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, പേരിനോട് കൂടെയുള്ള കൃതിയെയാണ് അല്ലെങ്കിൽ ക്രിയയെയാണ് എന്ത് പറയാം? പേരച്ചം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വിനയച്ചം? വിനയച്ചം എന്ന് പറഞ്ഞാൽ ക്രിയയുടെ കൂടെ ഒരു ക്രിയയുള്ളത്. ഓക്കെ, ക്രിയയുടെ കൂടെ ഒരു ക്രിയയിലുള്ളതാണ് എന്ത്? വിനയച്ചം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. പറഞ്ഞു രസിച്ചു. അപ്പോൾ പറഞ്ഞു എന്നുള്ളതും രസിച്ചു എന്ന് പറയുന്നതും രണ്ടും ക്രിയകളാണ്. അപ്പോൾ രണ്ടും ഒരു ക്രിയകൾ വരുന്നതാണ് എന്ത്? വിനയച്ചം എന്ന് പറയുന്നത്. പേരച്ചം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ക്രിയയും രണ്ടാമത്തെ പദം നാമവും ആയിരിക്കും. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് തന്നെ നോക്കാം. ഇനി നമുക്ക് കാരിതം പറഞ്ഞാൽ കാരിതം, അതുപോലെ തന്നെ കേവലം. അപ്പോൾ ആദ്യം നമുക്ക് കേവലം നോക്കാം. കേവലം എന്ന് പറയുന്നത് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കേവലം എന്ന് പറയുന്നത് അല്ലേ. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്യും. ഇപ്പം ഞാൻ പറയുന്നു എന്ന് പറയുന്നു. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ പറയുന്നത് അല്ലേ. പറയിക്കുന്നു എന്ന് പറഞ്ഞാലോ, വേറൊരാൾ നിർബന്ധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേവലം എന്താണെന്ന് പഠിച്ചു. കേവലം പഠിച്ചാലാണ് നമുക്ക് കാരിതം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ കേവലം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കേവല ക്രിയയിൽ ക്ക് എന്നുള്ളൊരു അക്ഷരം ഉണ്ടെങ്കിൽ അതാണെന്ത്? കാരിതം. അതായത് ക്ക് എന്നുള്ള അക്ഷരമുള്ളതാണ് കാരിതം, ക്ക് ഇല്ലാത്തത് അകാരിതം. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കേവലം നമ്മൾ നേരത്തെ പറഞ്ഞു പറയുന്നു എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ക്ക് എന്നുള്ള അക്ഷരമുണ്ടോ? ഇല്ല അല്ലേ. ചാടുന്നു, അവിടെയും എന്തില്ല? ക്ക് എന്നുള്ള അക്ഷരമില്ല. ഇനിയോ കുടിക്കുന്നു എന്ന് പറയുകയാണ്. കുടിക്കുന്നു, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കുടിക്കുന്നത്. അപ്പോൾ അതിൽ മറ്റൊരാൾ നിർബന്ധിച്ചിട്ടല്ല ഞാൻ ഒരു പാനീയം കുടിക്കുന്നത്.
ഇപ്പോൾ കുടിക്കുന്നു എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം അത് കേവലക്രിയയാണ്. അപ്പോൾ ആ കേവലക്രിയയിൽ എന്തുണ്ട്, ക്ക് എന്നുള്ള അക്ഷരമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാണ് എന്ത്, കാരിതം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത്തരം എക്സ്പ്ലനേഷൻസ് ഈ ഒരു വീഡിയോയിൽ തരുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇത് നമുക്ക് ഈ ചോദ്യങ്ങൾ ഒത്തിരി തവണ നമ്മുടെ എക്സാമിൽ വന്നിട്ടുണ്ട്. നോക്കാം. ലീലാതിലകത്തിലെ തസ്യ ട എന്ന സൂത്രം കേരള പാണിനീയത്തിലെ ഏത് സന്ധിക്കാണ് അനുയോജ്യം എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സന്ധി എന്ന് ആദ്യം അറിയണം അല്ലേ. വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. അതിനെ 4ആയിട്ടാണ് കേരള പാണിനി വിഭജിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആഗമസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. ഇനി ഇതൊക്കെ ഒറ്റ വാക്കിലൊന്ന് പറയാം. ആഗമസന്ധി എന്ന് പറയുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം കടന്നു വരിക. ആഗമം പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം. അപ്പോൾ പുതിയൊരു അക്ഷരം കടന്നു വരുന്നതാണ്. ഇനി ലോപസന്ധി, ലോപം എന്ന് പറഞ്ഞാൽ എന്താ, പോകുക എന്നുള്ളതാണ്, കുറയുക എന്നാണ് അർത്ഥം. അപ്പം ലോപം എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആദ്യത്തെ വർണ്ണം ഇല്ലാതാകുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഇനിയോ ദ്വിത്വസന്ധി, ദ്വിത്വം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണല്ലേ. നമുക്കതിനെ ഇരട്ട എന്ന് പറയാം. ഇരട്ട എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണല്ലോ അർത്ഥം. അപ്പം ഒരു അക്ഷരം ഇരട്ടിക്കുക, രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഇനിയോ ആദേശസന്ധി, ആദേശസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം അല്ലെങ്കിൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്നിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതാണെന്ത്, ആദേശസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് വരിക, ആദേശസന്ധി. ആഗമം നമ്മൾ എന്താ പറഞ്ഞത്, പുതിയൊരു വർണ്ണം വരുന്നതാണ് അല്ലേ. അവിടെ ഉള്ളതൊക്കെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങളൊന്നും എവിടേക്കും പോകുന്നില്ല, പകരം പുതിയതൊന്ന് വരിക. പക്ഷേ ആദേശസന്ധിയിൽ അങ്ങനെയല്ല. ഇവിടെയുള്ള ആദ്യം തന്നിട്ടുള്ളതിൽ ഒരക്ഷരം പോയിട്ട് മറ്റൊന്ന് വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. നോക്കാം, നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചു വെക്കുന്നത് അല്ലേ. അതിൻ്റെ എന്താണ് എന്ന് അതിൻ്റെ ഒരു നിർവചനം പഠിക്കും, അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പഠിക്കും. നമുക്ക് സെറ്റിന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വന്നു കണ്ടിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ കേരള പാണിനിയിൽ പറഞ്ഞിട്ടുള്ള ആഗമസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി ഇതുമായി ബന്ധപ്പെട്ട് ലീലാതിലകത്തിൽ പറയുന്ന അതിനോട് സാമ്യമുള്ള ലീലാതിലകത്തിലെ സൂത്രങ്ങളാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതിൻ്റെ ഉത്തരം നസ്തസ്യ ട എന്നുള്ളത് ആദേശസന്ധിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സൂത്രമാണ്. ലീലാതിലകത്തിലെ സൂത്രമാണെന്ത്, നസ്തസ്യ ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദേശസന്ധിക്ക് മാത്രമല്ല, ആഗമസന്ധിക്കും ലോപസന്ധിക്കും ദ്വിത്വസന്ധിക്കും ഒക്കെ ഇത്തരത്തിലുള്ള സൂത്രങ്ങൾ ഉണ്ട് അല്ലേ. ഇപ്പോൾ കൊച്ചിയിൽ ലോപ, സമാസേ ചാഞ്ഞാദീനാം, അങ്ങനത്തെയുള്ള കുറച്ച് ഏഭ്യം ച, അങ്ങനെ കുറച്ച് സൂത്രങ്ങളുണ്ട്. അപ്പോൾ ആ സൂത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ കൂടുതലും വ്യാകരണത്തിൻ്റെ ഭാഗത്തുനിന്ന് സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അതിലാദ്യത്തേത് ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ, നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളുടെ വർഷങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചോദിക്കുന്നത് ആറ്റിങ്ങൽ കലാപം, കുറിച്യർ കലാപം, അങ്ങനെ ഉള്ള പഴശ്ശി കലാപം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ വർഷങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നോക്കൂ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721, 1721, 1723, 1809, 1812 ഇതാണ് വർഷം തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഇനി നോക്കൂ, 1809 നമ്മുടെ കുണ്ടറ വിളംബരം നടക്കുന്നത്. ഓക്കെ, കുണ്ടറ വിളംബരം 1809. കുറിച്യ കലാപം 1812. ഇനി നമുക്ക് പഴശ്ശി കലാപം, മലബാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങളിൽ അതെന്താണ് എന്ന് പഠിച്ചിട്ടില്ലെങ്കിലും അത് നടന്നിട്ടുള്ള വർഷങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇത് ദൃശ്യകലാ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് ഇത്. വെള്ളരി നാടകം എന്നുകൂടി അറിയപ്പെടുന്ന നാടോടി നാടകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
തെയ്യം, കുറത്തിയാട്ടം, കാക്കാരിശ്ശി നാടകം, ചവിട്ട് നാടകം. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കാക്കാരിശ്ശി നാടകമാണ് അല്ലേ. നമുക്ക് ഒത്തിരി കലകൾ, ഓരോ പ്രദേശത്തും ഒത്തിരി കലകളുണ്ട് അല്ലേ. തെയ്യം തന്നെ പല സ്ഥലങ്ങളിൽ പല രീതിയിലുണ്ട് അല്ലേ. അതുപോലെ തന്നെ തിറയുണ്ട്, പൂതൻ ഉണ്ട്, യക്ഷഗാനമുണ്ട്. അങ്ങനെ ഓരോ നാടിനും ആ നാടിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങളുണ്ട്. അപ്പോൾ അത്തരം കലാരൂപങ്ങളുടെ പേരും അത് ഏത് നാടുമായി ബന്ധപ്പെട്ടത് ഉള്ളതാണ് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ഈ കലാരൂപങ്ങളുടെ പേര് മാത്രം പഠിച്ചാൽ പോരാ, ചില സമയത്ത് അതിനുപയോഗിക്കുന്ന വാദ്യങ്ങൾ അല്ലെങ്കിൽ അതേത് ജാതി വിഭാഗത്തിൻ്റേതാണ് എന്നുള്ള രീതിയിൽ പോലും ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത് അറിയണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കഥകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില കലാരൂപങ്ങൾക്കൊക്കെ അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ദാരികൻ്റെ വധം ഒക്കെ, മുടിയേറ്റ്, അങ്ങനത്തെ ചാക്യാർകൂത്ത്, അങ്ങനത്തെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കഥകളുണ്ട്, പുരാണ കഥകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഇത് അവതരിപ്പിക്കുന്നത് ഏത് വിഭാഗക്കാരാണ്, അല്ലെങ്കിൽ ഏത് നാട്ടിലുള്ള ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സംഘസാഹിത്യം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, സംഘസാഹിത്യത്തിൽ നമുക്കറിയാവുന്നത് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്, അങ്ങനത്തെ കുറച്ച് കൃതികളുണ്ട് അല്ലേ. അപ്പോൾ ആ കൃതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കൂ, ഒരു ചോദ്യം, ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘം കൃതി ഏതാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൃതികളുടെ പേര് മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ നേരത്തെ നോവലും ചെറുകഥയൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്തിനു പ്രാധാന്യമുണ്ട്, അതിലെ പ്രമേയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകൃതിയാണ് മധുരൈ കാഞ്ചി. ഓക്കെ, മധുരൈ കാഞ്ചിയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ചിലപ്പതികാരം, മണിമേഖല, പതിറ്റുപത്തും ഒക്കെ സംഘം കൃതികൾ തന്നെയാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും സംഘം കൃതികളെ 4 വിഭാഗമായിട്ടാണ് തരംതിരിക്കുന്നത്. 8 തുകൈ, 10 പാട്ട്, 11 കീഴ്ക്കണക്ക്, മഹാകാവ്യങ്ങൾ. അപ്പോൾ മഹാകാവ്യങ്ങളിലാണ് ചിലപ്പതികാരവും അതുപോലെ തന്നെ മണിമേഖലയും ഒക്കെ വരുന്നത്. 8 തുക എന്ന വിഭാഗത്തിലാണ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത് ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി 10 പാട്ടിലാണ് മധുരൈ കാഞ്ചിയും അതുപോലെ തന്നെ മുല്ലൈപ്പാട്ട്, കുറിഞ്ചിപ്പാട്ട്, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ വരുന്നത്. നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഇത്തരം കൃതികളുടെ പ്രമേയങ്ങളൊന്ന് നോക്കാം. അകനാനൂറിൽ പ്രേമ കവിതകളാണ് പറയുന്നത്. ഇനിയോ പുറനാനൂറ് യുദ്ധ കവിതകളാണ് പറയുന്നത്. പുറത്താണ് എന്ത് നടക്കുക, യുദ്ധം നടക്കുക അല്ലേ. നമുക്കങ്ങനെ കണക്ട് ചെയ്യാം. പുറത്താണ് യുദ്ധം നടക്കുക, അപ്പോൾ യുദ്ധത്തിനെ കുറിച്ചുള്ളത് പറയുന്നത് പുറനാനൂറിലാണ്. ഇനി നറ്റിണை, 400 ഗീതങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നറ്റിണை. കുറുന്തൊകൈ, 401 ഗാനങ്ങൾ പ്രേമത്തെ പ്രകീർത്തിക്കുന്നതാണ്. ഇനിയോ ഐങ്കുറുനൂറ് 500 പദ്യങ്ങളിലായി പ്രേമഭാവനകൾ വിവരിക്കുന്നു. പതിറ്റുപത്ത്, 10 ചേര രാജാക്കന്മാരുടെ പ്രതാപ ഐശ്വര്യങ്ങൾ വർണ്ണിക്കുന്ന പാട്ട്. അപ്പോൾ പത്ത് ആ ഒരു പേരിൽ തന്നെയുണ്ട്. അപ്പോൾ 10 ചേര രാജാക്കന്മാരുടെ പ്രതാപ ഐശ്വര്യങ്ങൾ പറയുന്ന കൃതിയാണ് പതിറ്റുപത്ത്. ഇനി ദൃശ്യകലാ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, വാസ്തുഹാര ആരുടെ കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾക്ക് അനുവർത്തനങ്ങൾ നമ്മുടെ സാഹിത്യ വിഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ് അനുവർത്തനം പറഞ്ഞാൽ അറിയാലോ, നമ്മളൊരു നോവലോ അല്ലെങ്കിൽ ഒരു ചെറുകഥയോ ഒക്കെ സിനിമയാക്കി മാറ്റുക, മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, അനുവർത്തനം എന്ന് പറയുന്നത് അല്ലേ. മലയാളത്തിൽ ഒത്തിരി കൃതികൾ അങ്ങനെ സിനിമയായിട്ടുണ്ട് അല്ലേ. മലയാളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ സിനിമയായിട്ടുള്ളൊരു കൃതിയാണ് മാർത്താണ്ഡവർമ്മ CV രാമൻ പിള്ളയുടെ. നോക്കൂ, ഇവിടെ തന്നിട്ടുള്ള വാസ്തുഹാര എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മോഹൻലാലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ആ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള ചെറുകഥ എന്ന് പറയുന്നത് CV ശ്രീരാമൻ്റെ കഥയാണ്. ആ കഥയുടെ പേരും എന്ന് തന്നെയാണ്, വാസ്തുഹാര എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മുടെ ചെമ്മീൻ, അതുപോലെ തന്നെ ഭാർഗവീ നിലയം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള ചെറുകഥയാണ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന് പറഞ്ഞിട്ടുള്ളത്. വിധേയൻ, സുകൃതം, നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള ചുരുളി, ലീല, അങ്ങനെയുള്ള ഒത്തിരി സിനിമകൾ ഉണ്ടായിട്ടുള്ളത് പല കൃതികളുടെയും അനുവർത്തനങ്ങളായിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ അനുവർത്തനങ്ങൾ പഠിക്കുന്നത് അത്യാവശ്യം തന്നെയാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, മുൻകാല ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു അനുവർത്തനം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് കൃതിയും മറുഭാഗത്ത് അതിൻ്റെ സിനിമയും തരും. അപ്പോൾ അത് നമ്മൾ ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ,
ഇനി അടുത്തത് നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നാടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീ നാടക വേദികൾക്ക് ഒരു ഉയർച്ചയുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ എന്നല്ല, ഇതിന് മുന്നേ ആയിട്ട് തുടക്കത്തിലെ കുറച്ച് കൃതികൾ കൂടി നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ സ്ത്രീ നാടക വേദികളിൽ അല്ലെങ്കിൽ സ്ത്രീ നാടകവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് KV ശ്രീജ എന്ന് പറയുന്നത്. KV ശ്രീജയുടെ നാടകം അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മധ്യധരണ്യാഴി, കല്യാണസാരി, ലേബർ റൂം, ഓരോരോ കാലത്തിലും. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് മധ്യധരണ്യാഴിയാണ്. കല്യാണസാരി, ലേബർ റൂം, ഓരോരോ കാലത്തിലുമൊക്കെ KV ശ്രീജയുടെ തന്നെ നാടകമാണ്. അങ്ങനെയാണെങ്കിൽ മധ്യധരണ്യാഴി ആരുടെ നാടകമാണ്? അത് ജോയ് മാത്യുയുടെ നാടകമാണ്. നമ്മുടെ സിനിമാ നടൻ ജോയ് മാത്യു അല്ലേ, അദ്ദേഹം ഒരു എഴുത്തുകാരനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകമാണ് മധ്യധരണ്യാഴി എന്ന് പറയുന്നത്. ഇനി തുള്ളലുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. തുള്ളലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഈ ഒരു ദൃശ്യകലാ സാഹിത്യ പഠനത്തിൽ നമുക്ക് കഥകളി, തുള്ളൽ, നാടകം, ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഭാഗങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂത്ത്, കൂടിയാട്ടം, അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ കൂടി ആ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കഥകളി, നാടകം, അതുപോലെ തന്നെ തുള്ളൽ, ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും വന്നു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് 3 തരം തുള്ളലുകളുണ്ടല്ലേ, ഓട്ടൻ, പറയാൻ, ശീതങ്കൻ. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കൃതികൾ മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇന്ന ഇതിൽ പെടാത്തത് ഏത്, ഇപ്പോൾ ശീതങ്കൻ തുള്ളലിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ പറയൻ തുള്ളലിൽ പെടാത്തത് ഏത്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇവിടെ തന്നിട്ടുള്ളൊരു ചോദ്യം നോക്കൂ, കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ ഇതിൽ ഒരെണ്ണം കൂട്ടത്തിൽ പെടാത്തതാണ്, ബാക്കിയൊക്കെ ഒരേ രീതിയിൽ വരുന്നതാണ്. നമുക്ക് നോക്കാം. സ്യമന്തകം, കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, കിരാതം എന്നിവയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് കല്യാണ സൗഗന്ധികമാണ്. കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ്. മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ കൃതിയാണെന്ത്, കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ്, ഒരു ചോദ്യമാണ് വരുന്നത്. സിദ്ധാന്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാശ്ചാത്യമാണെങ്കിലും പൗരസ്ത്യമാണെങ്കിലും. പൗരസ്ത്യത്തിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അല്ലേ. കാവ്യത്തിൻ്റെ നിർവചനം, അതുപോലെ തന്നെ ഭാവയിത്രി, കാരയിത്രി, അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അത്തരം ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിപ്പോവുക കേട്ടോ. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം, മഹോന്നതമായ മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഉദാത്തത എന്ന് അഭിപ്രായപ്പെട്ട പാശ്ചാത്യ പണ്ഡിതൻ. ഉദാത്തതയെക്കുറിച്ച് പറയുന്ന ആരാണ്? ലോങ്കിനസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുവൻ പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് 100% ഷുവറാണ് അല്ലേ. അപ്പോൾ അല്ല, മുഴുവൻ പഠിക്കാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ അവർ അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഓർത്ത് വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചത് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാം ഓർത്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു വാക്ക് അതിൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മളൊന്ന് ക്യാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് നമ്മളത് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഉദാത്തത എന്ന് പറയുന്നത് എന്താണ്? ഉദാത്തത എന്ന് പറയുന്നത് ലോങ്കിനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഇങ്ങനെയൊരു പ്രസ്താവന തരുമ്പോൾ അത് എന്താണ്, അതാരുമായി ബന്ധപ്പെട്ടതാണ്, നമ്മൾ ആ ഒരു പ്രസ്താവന കേട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിലുള്ള ഒരൊറ്റ വാക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇന്ന ആളുടേതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ സംക്രമണവാദം എന്ന് പറയാം. സംക്രമണവാദവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും അതാര് തന്നെയാണ്? CL ആൻ്റണി തന്നെയാണ്. അപ്പോൾ അതേപോലെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് അത് ചോദിക്കുന്നതാണല്ലേ. നമ്മുടെ വിമർശനവുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള കൃതികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ ഒരു കൃതിയെക്കുറിച്ച് തന്നെ ഒന്നിലധികം ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന 1-2 കീവേഡ്സ് ഉണ്ടാവും. ആ കീവേഡ്സ് നമ്മൾ എന്ത് ചെയ്യാം, അത് നമ്മൾ ഒന്ന് പഠിച്ച് വയ്ക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കീവേഡ്സ് മാത്രം ഓർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് ഇന്ന ആളാണ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇനി നമുക്ക് വരുന്നത് ഈ സൈദ്ധാന്തികരുടെ കൃതികളാണ്. ഓരോരുത്തരും ഓരോ കൃതികൾ രചിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈസ്തറ്റിക് ആരുടെ കൃതിയാണ് എന്നത്? ദാന്തെ, ഹോറസ്, എലിയറ്റ്, ക്രോച്ചെ. അതിനുത്തരം ക്രോച്ചയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അവരുടെ സിദ്ധാന്തങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അത് ഏതൊക്കെ കൃതികളിലാണ് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. അത് പാശ്ചാത്യ സിദ്ധാന്തത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പൗരസ്ത്യ സിദ്ധാന്തവും. നോക്കൂ, നമ്മുടെ
ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിന് ഒത്തിരി വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം വ്യാഖ്യാനങ്ങൾ അത് പലരും പല പേരിലാണ് രചിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ സിദ്ധാന്തങ്ങളും അവതരിപ്പിച്ചത്, ഇപ്പോൾ ധ്വനി സിദ്ധാന്തം, വക്രോക്തി സിദ്ധാന്തം, അനുമിതിവാദം, അങ്ങനെയുള്ള കുറച്ച് സിദ്ധാന്തങ്ങൾ അത് മുന്നോട്ട് വെച്ച കൃതിയും നമ്മൾ പഠിച്ചു വെക്കണം, അതിൻ്റെ എഴുത്തുകാരെയും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ഒരു പഠനം ഇനി കൊണ്ടുപോകേണ്ടത്. ചോദ്യപേപ്പർ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇനി നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ളൊരു സമയം വളരെ കുറവാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ശ്രമിക്കേണ്ടത്. അതിന് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതിൽ തന്നെ എത്ര ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടുക? ഒരു ചോദ്യ പേപ്പറിൽ 120 ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഒരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം ചെയ്യുമ്പോഴേക്കും നമ്മളൊരു 500-600 ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വെച്ച് വർക്കൗട്ട് ചെയ്യാൻ ഇനി നിങ്ങൾ ശ്രമിക്കണം. വർക്കൗട്ട് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഉത്തരം, ഒന്നാമത്തേൻ്റെ ഉത്തരം ഇതാണ്, രണ്ടാമത്തേൻ്റെ ഉത്തരം ഇതാണ്, അങ്ങനെ പഠിച്ചു വെക്കുന്നതിന് പകരം മറ്റ് ഓപ്ഷനുകൾ എന്തുകൊണ്ട് ഉത്തരമായില്ല, അല്ലെങ്കിൽ മറ്റ് ഓപ്ഷനുകളായിട്ട് വരുന്ന അതിൻ്റെ ചോദ്യങ്ങൾ എന്താണ് എന്നുള്ളത് കൂടി അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ പഠിക്കുകയാണ് എന്ന് വിചാരിക്കൂ. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ പഠിക്കുമ്പോൾ മറ്റ് 3 ഓപ്ഷനുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്റ്റുകൾ കൂടി പഠിച്ചു വെച്ചാൽ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരൂ എന്ന് ഞാനൊരിക്കലും പറയുന്നില്ല. ഈ പോർഷൻസുകളാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ തന്ന ചോദ്യങ്ങൾ തന്നെ നിർബന്ധമായിട്ടും വരണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്തൊരു ഭാഗം കവിതയാണ്. ഓക്കെ, കവിതയൊക്കെ വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ അത് ഇന്നൊരു ഭാഗം, ഇന്ന കവിത പഠിക്കൂ, അത് നിർബന്ധമായിട്ട് വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു വളരെ വലിയ മേഖലയാണല്ലേ. അനുദിനം എന്ത് ചെയ്യുന്നു? അനുദിനം വളരുന്ന ആത്മബന്ധം എന്ന് പറയുന്ന പോലെ അനുദിനം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇന്ന കാര്യങ്ങൾ വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇതിൽ കവിത ഒക്കെ കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രാചീന കൃതികളുടെ കാര്യങ്ങളാണ് കോൺസ്റ്റൻ്റായിട്ട് എപ്പോഴും നിൽക്കുന്നത്. അത് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി അല്ലേ. അത് പണ്ടെന്തായിരുന്നു അത് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമുക്ക് പുതിയതായിട്ട് വരുന്ന കൃതികൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടേയിരിക്കണം. അത് നോവലായാലും അതുപോലെ തന്നെ ചെറുകഥയായാലും കവിതയായാലും ഒക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെറ്റിന്, ഇനി വരാൻ പോകുന്ന ഒരു സെറ്റിന് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്തവണ എല്ലാവർക്കും സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.